ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന ഒരു വെറൈറ്റി പ്രോഡക്റ്റ്സ് ആണ്. അതായത് ഇത് നിങ്ങൾ കാണുന്ന രീതിയിൽ ശരിക്കും പറഞ്ഞാൽ ഒരു ലിഥിയം അയോൺ ബാറ്ററിയാണ് ഈ കാണുന്നത്. ലിഥിയം അയോണിൻ്റെ ബാറ്ററിയാണ് ഈ കാണുന്നത്. വാരി എന്ന് പറയുന്ന കമ്പനിയുടെ ലിഥിയം അയോൺ ബാറ്ററി. അതിൻ്റെ വോൾട്ടേജ് കാര്യങ്ങളെന്ന് നോക്കാം. അതായത് ലിഥിയം അയോൺ 48 വോൾട്ടേജാണ് വരുന്നത്, 160 AH ആണ് വരുന്നത്. ആംബിയറും കറക്റ്റായിട്ട് കൊടുത്തിരിക്കുന്നുണ്ട്. 32 ആംസാണ് വരുന്നത്. അതായത് 48 വോൾട്ട് 160 AH 32 ആംബിയർ വരുന്നത്. അതായത് നമ്മൾ പറയുകയാണെങ്കിൽ ലിഥിയം അയോൺ ബാറ്ററി നമ്മളിപ്പോൾ ലേറ്റസ്റ്റ് ടെക്നോളജി കാര്യങ്ങളൊക്കെ നമ്മൾ സോളാറിന് വെക്കാനും അതിന് വേണ്ടിയിട്ടുള്ള ഡീറ്റെയിൽസാണ് നമ്മൾ ഈ ബാറ്ററി പരിചയപ്പെടുത്തുന്നത്. ഇത് അതിൻ്റെ പ്ലസ്, അതായത് ആ പ്ലസ് പൊസിഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ബാറ്ററിയുടെ പ്ലസ്, അത് തൊട്ടുപുറത്ത് കാണുന്നത് മൈനസ്. ഇതാണ് ബാറ്ററി വരുന്നത്. ബാറ്ററി നിങ്ങൾ നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും, ഇത് ബാറ്ററി ആയിട്ട് ഫീൽ ചെയ്യില്ല. അതായത് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് ഏകദേശം ഒരു 2, അതായത് 60-70 സെൻറ്റിമീറ്റർ നീളവും അതിൻ്റെ ഒരു 60 സെൻറ്റിമീറ്റർ വീതിയുമായിട്ടാണ് വരുന്നത്. ഏകദേശം ഒരു 6 ഇഞ്ച് അല്ലെങ്കിൽ 7 ഇഞ്ച് കനം കൂടിയാണ് വരുന്നത്. ഇതിന് അത്യാവശ്യം വെയിറ്റ് ഉണ്ട്, ഏകദേശം ഒരു 50 കിലോ അടുത്ത് വെയിറ്റ് വരുന്നുണ്ട്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ 48 വോൾട്ട് 160 AH വോൾട്ട്, അതായത് 48 വോൾട്ട് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മളൊരു 4 ബാറ്ററി എങ്കിലും, അതായത് ലെഡ് ആസിഡ്സ് ബാറ്ററി ആണെങ്കിൽ 4 ബാറ്ററി എങ്കിലും നമ്മൾ കൊടുക്കേണ്ടി വരും. 12 വോൾട്ടിൻ്റെ ആണെങ്കിൽ 4 ബാറ്ററി നമ്മൾ കൊടുക്കണം. അപ്പോൾ ഈ 4 ബാറ്ററിയുടെ സ്പേസ് അത്രയും നിങ്ങൾ ചിന്തിച്ച് നോക്കുക. അതിനേക്കാൾ ലൈഫ് കൂടുതലായിരിക്കും, സ്പേസ് കുറവായിരിക്കും ഈ ബാറ്ററിക്ക്. അതുപോലെ തന്നെ നമുക്ക് അത്രയും സ്പേസ് വേണ്ട, മെയിൻ്റനൻസ് വേണ്ട. നമുക്കൊരു സ്ഥലത്ത് ഒതുക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ തിരിഞ്ഞു പോലും നോക്കണ്ട. ഏകദേശം 5 വർഷത്തോളം നമുക്കിതിന് ഫുൾ ഗ്യാരണ്ടി കാര്യങ്ങൾ കമ്പനി തരുന്നുണ്ട്. വാരിയുടെ പ്രൊഡക്ട്സ് ആണ് ഇത്. നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത് നമ്മുടെ സോളാർ സിസ്റ്റത്തിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. സോളാറിൻ്റെ സിസ്റ്റത്തിന് പുതിയ ഇൻവെർട്ടർ സിസ്റ്റം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. നമുക്ക് സ്പേസ് കുറഞ്ഞ സ്ഥലങ്ങളിൽ വെക്കുക. പിന്നെ അത് മാത്രമല്ല, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ലെഡ് ആസിഡ്സ് ബാറ്ററിയും കാര്യങ്ങൾ ട്യൂബുലാർ ബാറ്ററി ഒക്കെ ആണെങ്കിൽ നമ്മൾ മെയിൻ്റെനൻസ് ചെയ്യണം. അതായത് 5 വർഷത്തിനുള്ളിൽ നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ അതിൻ്റെ വാട്ടർ ഒഴിച്ചു കൊടുക്കണം. അതുപോലെ തന്നെ മെയിൻ്റെനൻസ് ഫ്രീ ബാറ്ററി, അതുപോലെ തന്നെ കറക്റ്റ് 5 വർഷമാണ് അതിൻ്റെ ഗ്യാരണ്ടി കാര്യങ്ങളൊക്കെ തരുന്നത്. കറക്റ്റ് ഒരു 5 വർഷമേ നമുക്കത് കിട്ടുന്നുള്ളൂ. പക്ഷേ ഈ പ്രൊഡക്ട്സ് നമുക്ക് 5 വർഷം ഗ്യാരണ്ടി തരുന്നുണ്ട്. ഗ്യാരണ്ടി തരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതിൻ്റെ ഏകദേശം ഒരു ഇരട്ടി വർഷം കൂടി നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് പെർഫോമൻസ് പ്രതീക്ഷിക്കാം. ഇതിൻ്റെ MRP കേട്ട് നിങ്ങൾ ആരും ഞെട്ടണ്ട. ഏകദേശം 1,90,000 രൂപയാണ് ഇതിൻ്റെ വില വരുന്നത്. 1,90,000 രൂപയാണ് ഇതിൻ്റെ MRP GST കാര്യങ്ങളെല്ലാം കൂടി വരുന്നത്. ഇത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. നിങ്ങൾക്ക് ഡയറക്റ്റ് കയറി കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഡയറക്റ്റ് കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് അവിടെ നിന്ന് വാങ്ങിക്കാവുന്നതാണ്. സോളാറിൻ്റെ പ്രോഡക്ട്സുകൾക്ക് വേണ്ടിയിട്ടാണ് കൂടുതലും ഇത് യൂസ് ചെയ്യുന്നത്. നമ്മുടെ ഏതെങ്കിലും ഷോപ്പുകളിലേക്കോ, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു വീടുകളിലേക്ക് വെച്ചു എന്ന് വിചാരിക്കുക. വീടുകളിൽ തന്നെ നമ്മൾ സോളാർ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തു. നമ്മളവിടെ താമസവും കാര്യങ്ങളില്ലെങ്കിൽ കൂടിയും പിന്നെ മെയിൻ്റനൻസ് കാര്യങ്ങൾ നടക്കില്ലെങ്കിൽ കൂടിയും ഈ ബാറ്ററി അവിടെ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ CCTV അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും തന്നെ പക്കയായിട്ട് നീറ്റായിട്ട് വർക്ക് ചെയ്യും. പിന്നെ ആ വശത്തേക്ക്, അതായത് നമ്മുടെ ഇൻവെർട്ടറിൻ്റെ സെക്ഷനിലേക്ക് നമ്മൾ തിരിഞ്ഞു പോലും നോക്കണ്ട. ഒരു സോളാർ പാനലും ഒരു ഇൻവെർട്ടറും ഈ ബാറ്ററിയും കൂടി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ ഏരിയയിലേക്ക് നമ്മൾ തിരിഞ്ഞു പോലും നോക്കണ്ട. 5 വർഷത്തേക്ക് തിരിഞ്ഞു പോലും നോക്കേണ്ടാത്ത ഒരു രീതിയിലേക്ക് നമുക്ക് കൊണ്ടുപോകും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 4 ബാറ്ററി ഇരിക്കുന്ന സ്പേസാണ് നമുക്ക് ഈ പറഞ്ഞ ബാറ്ററിയുടെ സ്പേസ് സേവ് ചെയ്യാൻ സാധിക്കും. ഒരു സ്ഥലത്ത് ഒതുക്കി നമുക്ക് ക്ലിയർ ചെയ്ത് വെക്കാൻ സാധിക്കും. മെയിൻ്റനൻസ് കാര്യങ്ങളൊന്നും തന്നെയില്ല. അതുമാത്രമല്ല ലിഥിയം അയോൺ ടെക്നോളജി നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ തന്നെ ഇപ്പോൾ വരുന്ന എല്ലാ ടെക്നോളജിയും, അതായത് നമ്മുടെ ലിഥിയം ഫോസ്ഫേറ്റ് വരുന്നുണ്ട്, ലിഥിയം അയോൺ വരുന്നുണ്ട്, ലിഥിയം പോളിമർ വരുന്നുണ്ട്. ഈ പറയുന്ന ടെക്നോളജികളെല്ലാം വരുന്നുണ്ട്. നമ്മൾ ഈ പറയുന്ന നമ്മുടെ ഇലക്ട്രിക് ബൈക്കുകളിലും ഇലക്ട്രിക് സ്കൂട്ടറുകളിലും അതുപോലെ തന്നെ ഇലക്ട്രിക് കാറുകളിലും വരുന്ന സിസ്റ്റം തന്നെയാണ് ഇലക്ട്രിക് അയോൺ, അതായത് ലിഥിയം അയോൺ ബാറ്ററി, അതുപോലെ ലിഥിയം ഫോസ്ഫേറ്റ് ബാറ്ററി. ഇപ്പം നമ്മൾ ഈ കാണുന്നത് ലിഥിയം അയൺ ബാറ്ററിയാണ് ഈ കാണുന്നത്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. നമുക്കതിനെക്കുറിച്ച് ഡീറ്റെയിൽ ഒരു വീഡിയോ ഇനി നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഇതിൻ്റെ കണക്ഷൻസ് ഇൻവെർട്ടറിലേക്കാണ് കണക്ട് കൊടുക്കുന്നത്. അത് ഏത് ഇൻവെർട്ടറാണ് യൂസ് ചെയ്യുന്നത്, അതുമാത്രമല്ല നമ്മൾ ഏത് പാനൽസൊക്കെ വെച്ചതിന് ശേഷമാണ് ഈ പെർഫോമൻസിലേക്ക് എത്തിക്കുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങൾ, എത്ര കിലോ വാട്ട് വരെയുള്ള നമുക്ക് സിസ്റ്റം ഇതിനകത്ത് ലോഡ് ചെയ്യാൻ സാധിക്കും, അതായത് എത്ര കിലോ വാട്ടുള്ള സോളാർ സിസ്റ്റം നമുക്ക് ഈ ബാറ്ററി വെച്ചിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും എന്നുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്താൽ മതി. നമുക്ക് അടുത്തൊരു വീഡിയോ അതിനെക്കുറിച്ച് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ. There was once a day that I would pray for you. I'd go and misbehave just so you'd notice too. Sneaking looks up and down from across the room. And damn, what a hell of a view. I feel good, you look great, I like you, I can't wait. A first time, a first date, you're so fine, I'm so late. You sip wine, I drink straight. Don't
waste time to my place. I feel my heart erase. So catch me if I fall.